വാതരോഗങ്ങളിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ ആമവാദം അഥവാ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. വാതരക്തം എന്നും പറയപ്പെടുന്നു. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതായത് നമ്മളെ ജോയിൻസിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനെയാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ബാക്ടീരിയസ് നമ്മളെ ഗട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവും. ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആകുമ്പോൾ എന്താ, അവിടെ ഡൈജഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല. സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുത്ത് കഴിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെമ്പററി റിലീഫ് അവിടെ കിട്ടും. അപ്പോൾ അവർ അതിന് അത്ര നിസ്സാരമായി കാണില്ല. ദെൻ അഗെയിൻ ആ ഒരു സിംറ്റം റീഅപ്പയർ ചെയ്യുമ്പോഴാണ് അവരതിനെ കുറിച്ച് ചിന്തിക്കുക. ദെൻ അവർ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് മെഡിസിൻസ് എടുക്കും. പക്ഷെ അത് റിക്കറന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹിദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. വാതരോഗങ്ങളിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ ആമവാദം അഥവാ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. വാതരക്തം എന്നും പറയപ്പെടുന്നു. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതായത് നമ്മളെ ജോയിൻസിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനെയാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ എന്ന് പറയുമ്പം ജോയിൻസിന്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു വിരൽ എടുത്ത് നോക്കുമ്പം ഇവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുക. സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ അത് നല്ല ഇൻഫ്ലെയിംഡ് ആയിരിക്കുക, അല്ലെങ്കിൽ നീര് വെക്കുക, അല്ലെങ്കിൽ അതിന് തൊട്ട് നോക്കുമ്പം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുക. ആ ഒരു പേഷ്യന്റിന് കൈയൊന്നും മടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻസ് മുതൽ വലിയ ജോയിൻസ് വരെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുവിരൽ മുതൽ നമ്മളെ ഹിപ്പ് ജോയിന്റ് അല്ലെങ്കിൽ കാൽമുട്ടുകൾ അല്ലെങ്കിൽ കൈമുട്ടുകളിലേക്കൊക്കെ ഈ ഒരു ജോയിൻസിനെ എഫക്ട് ചെയ്യുന്നതാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇന്ന് അതൊരു 40 മുതൽ 50 വയസ്സിന് മുകളിലായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. സ്ത്രീകളെയും പുരുഷനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരു സെൻസസ് പ്രകാരം അത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവരുടെ ബോഡിയിൽ അത്രയും ഹോർമോണൽ വേരിയേഷൻസും അല്ലെങ്കിൽ ഒരു ബോഡിയിൽ അത്രയും ഡെഫിഷ്യൻസിയും ഉള്ളത് കൊണ്ട് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിച്ചിട്ടുള്ളത്. ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ, ഒരു ആർത്രൈറ്റിസ് പേഷ്യൻസ് നമ്മളെ ക്ലിനിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഗട്ട് റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ആവാം, അല്ലെങ്കിൽ IBS പോലത്തെ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ആയിട്ടുള്ള അസുഖങ്ങളാവാം. അപ്പോൾ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇന്ന് പല പഠനങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് RI കേസസ് നോക്കുമ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ഗട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു കോസ് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ കോപ്രൈ ബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയന്റെ പ്രസൻസ് നമ്മളെ ഗട്ടിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു RI കേസസ് ഉള്ള പേഷ്യൻസിൽ ഈ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു RI എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റിയെ തന്നെ നമ്മളെ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ RIന്റെ ഒരു മെയിൻ കോസ് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പം ഈ ആട്ട, മൈദ, റവ പോലത്തെ കണ്ടന്റ് അകത്ത് അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ. അപ്പോൾ എക്സാമ്പിൾ പറയുവാണ്, ഈ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് ഈ ഫോറിൻ ബോഡി ഏതാണോ, നമ്മളെ ശരീരത്തിലുള്ള എന്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം ഈ ഗ്ലൂട്ടൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഈ ടോക്സിൻസ് ഒക്കെ നമ്മൾ ഈ ജോയിൻസിലൊക്കെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കോശങ്ങൾ ഇത്തരം ഇതിനെയൊക്കെ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ തന്നെ ഈ ഒരു കോശങ്ങൾ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ ടോക്സിൻസ് ഒക്കെ ഈ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പേഷ്യൻസിന് അമിതമായിട്ടുള്ള വേദന ഉണ്ടാവും. ജോയിൻസ് ഒന്നും മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റില്ല, അല്ല അവർക്ക് ചെറിയൊരു മൂവ്മെന്റ്സിലൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ജസ്റ്റ് ജോയിൻസ് അവർ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ജോയിൻസിൽ ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. രണ്ടാമതായിട്ട് അവർക്ക് ഫീവർ, റിക്കറൻ്റ് ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കും. പിന്നെ നാലാമതായിട്ട് നമുക്ക് പറയാം വീക്ക്നെസ്. അതായത് ജോയിൻസ് ആയാലും മസിൽസ് ആയാലും അല്ലെങ്കിൽ ഹോൾ ബോഡി തന്നെ വീക്ക്നെസ് ഉണ്ടാവും. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ബിക്കോസ് അവരുടെ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ റെഡ്യൂസ് ആവുന്നത്. ഇവിടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, നമ്മളെ ബോഡിയിലുള്ള കോശങ്ങളും ഫോറിൻ ബോഡീസിനെയും കറക്റ്റായിട്ട് നമ്മളെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു RA കേസസ് അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസസിന്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്വെല്ലിംഗ് ഉണ്ടാവാം, ഇൻഫ്ലമേഷൻ,
അതികഠിനമായിട്ടുള്ള വേദന, അതായത് ജോയിൻസിന്റെ ഇടയിലൊക്കെ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡ്യൂൾ ഫോർമേഷൻ. ന്യൂഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളെ ജോയിൻസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഗ്രോത്ത് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഫോമിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ന്യൂഡുലാരിറ്റി എന്ന് പറയുക. അപ്പം അത് ന്യൂഡ്യൂള് പോലെ നമ്മളെ ജോയിൻസിന്റെ ഇടയിലൊക്കെ കാണപ്പെടുന്നു. മറ്റൊന്നാണ് ഈ ഡിഫോമിറ്റി, അതായത് ജോയിൻസിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. അല്ലെങ്കിൽ നമ്മളെ ഒരു കൈവിരൽ അല്ലെങ്കിൽ കാൽവിരൽ എടുത്തു നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ മാറിയിട്ട് അതിന്റെ ഒരു ഡിഫോമിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡിഫോമിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാൻ നെക്ക് ഡിഫോമിറ്റി. നമ്മളെ തള്ളവിരലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ അരയന്നം പോലെ, അരയന്നത്തിന്റെ കഴുത്തു പോലെയൊക്കെ ഇരിക്കുന്നത് കാണാം. അതിനാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സിംറ്റംസ് ആണ് നമുക്ക് ഈ ഒരു RA കേസസ് അല്ലെങ്കിൽ ആമവാദത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയപ്പെടുന്നത്. ഈ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് ഏകദേശം ഒരു 40 to 45 എബോവ് ആയിട്ടുള്ള ഏജിലുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതിന്റെ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലൈഫ് സ്റ്റൈൽ ഒരു ഫോക്കസ് ആണ്, ഒരു കാരണം എന്ന് പറയാം. മറ്റൊന്നാണ് അവർക്ക് ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതായത് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ ഒരു RA കേസസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻസ് അതിന് സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിലിരുന്ന് അതിന് ബാമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ടെമ്പററി റിലീഫ് ചെയ്യുന്നതിന് പകരം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യൂറിലേക്ക് നമ്മൾ അതിനെ എത്തിക്കാൻ ശ്രമിക്കണം. ഒരു ടെമ്പററി റിലീഫ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് കാലാകാലം നമ്മൾ എക്സിസ്റ്റ് ചെയ്യും. ബിക്കോസ് അതൊരു ഡീജനറേറ്റീവ് സ്റ്റേജിലോട്ടും കടന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ബോൺ ഡിഫോമിറ്റിയും ചിലപ്പം ബോൺ ഫ്രാക്ചർ വരെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഇത്തരം വേദനകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ലൈഫ് സ്റ്റൈലിൽ വരുന്ന കംപ്ലൈൻസ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജോയിന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തതും അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാം ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, യൂറിക് ആസിഡിന്റെ അളവ് ബോഡിയിൽ കൂടുന്നതാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അമിതമായിട്ട് എടുക്കും, അതായത് റെഡ് മീറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് നമ്മളെ ജോയിൻസിലൊക്കെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് മോണോസോഡിയം ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ട് നമ്മളെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതാണ് നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പം ഏതൊരു വാദ രോഗങ്ങളായാലും സന്ധിവാത രോഗങ്ങളായാലും അതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് സ്റ്റൈലാണ്. അതായത് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈൽ. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ പറഞ്ഞു ഇനീഷ്യലി തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അമിതമായിട്ട് എടുക്കുമ്പോൾ, ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഈ ഗോതമ്പിലും ആട്ടേൻ്റെ അകത്തും മൈദേൻ്റെ അകത്തും അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജോയിന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫോമിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്ലൂട്ടൻ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫോമിറ്റി മാത്രമല്ല മറ്റ് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ബവൽ ഡിസീസും അല്ലെങ്കിൽ ഫാറ്റി ലിവർ, ഡയബറ്റീസ് പോലത്തെ മറ്റ് അസുഖങ്ങളും ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണം നമുക്ക് ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റിൽ തന്നെ നമ്മൾ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ, പോർക്ക്, ബീഫ് അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കും, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യും. അപ്പം നമ്മൾ ബോയിൽ ചെയ്തതിന് പകരം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ന്യൂട്രീഷ്യസ് ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് എടുക്കുന്ന ആളുകളിലും ഈ ഒരു ആർത്രൈറ്റിസ് കേസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നാണ് ആൽക്കഹോളിക് അഡിക്ഷൻ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 years അല്ലെങ്കിൽ 30 years ആയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആൽക്കഹോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് കേസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി മൂവ്മെന്റ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അതിനെ മെറ്റബോളൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിനെ ആ ഒരു എനർജീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിലും ഈ ഒരു RA കേസസ് വരുന്നത് ഒരു 40% അല്ലെങ്കിൽ ഒരു 50% ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ.
ഇനിയിപ്പം ഈ ഒരു കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബാക്ടീരിയ, പ്രീ കോപ്പറൈ ബാക്ടീരിയ പോലത്തെ ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവും. ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആകുമ്പോൾ എന്താ, അവിടെ ഡൈജഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല. പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്ന് വലിച്ചെടുക്കില്ല. അപ്പൊ എന്താ, അത് നമ്മളെ ബോഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസീസ് ആവാം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ മറ്റു പല മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഡെഫിഷ്യൻസീസ് ആവാം. ഇപ്പൊ കാൽഷ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് ബോൺ റിലേറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ബോൺ റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോൺ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവുക, ചെറിയൊരു ഇഞ്ചറി വരുമ്പോൾ അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, സ്കിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു. ഇനിയിപ്പോൾ നെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മുടി ഒഴിയുക, അല്ലെങ്കിൽ മുടീൻ്റെ അകത്തൊരു വൈറ്റ് അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയാം, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നുക, ഇതൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിലും ഏകദേശം ഒരു സിമിലർ കംപ്ലയിൻസ് തന്നെ. ഹെയർ ഫാൾ ഉണ്ടാവുന്നത്, ഡ്രൈ സ്കിൻ ഉണ്ടാവുന്നത്, കുട്ടികളിലാണെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലായാലും അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാവുക, അത് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് മസിൽസ് കോച്ചി പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ അത് അഗ്രവേറ്റ് ചെയ്യുന്നത് പോലെ കാണാം. അതൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് കാണാനുള്ള കാരണം എന്താ, നമുക്ക് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും പ്രോട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു അസുഖത്തെ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു 90% ഈ ഒരു RA കേസസിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റിയിലുള്ള മിസ്കൺസെപ്റ്റ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞു. അതായത് നമ്മളെ ബോഡിയിൽ ഫോറിൻ ബോഡിയാണോ നമ്മളെ കോശങ്ങളാണോ എന്ന് നമ്മളെ ആ ഒരു ഇമ്മ്യൂണിറ്റിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇവിടെ വരുന്നത്. അപ്പം ആ ഇമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത് സ്റ്റൊമക്കിന്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രീ കോപ്പറൈ ബാക്ടീരിയ. രണ്ടാമതായിട്ട് നമുക്ക് മൗത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജിഞ്ചിവിയാലിസ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ മൗത്ത് ഡിസീസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ഗട്ട് റിലേറ്റുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RA കേസസ് വരാം, അല്ലെങ്കിൽ OA കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഗട്ട് പ്രോപ്പർ ആക്കുന്ന രീതിയിലുള്ള ഹെൽത്തി ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്തി ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോബയോട്ടിക്സ് ആവാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്ക് ചെയ്യുക, അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ധാന്യങ്ങളും അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ഹെൽത്തി ഫുഡ് സ്റ്റൈലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗട്ട് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കിയാലുള്ളൂ നമുക്ക് മറ്റുള്ള പല ഒരു ചെയിൻസ് അല്ലെങ്കിൽ മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു RA കേസസ് അല്ലെങ്കിൽ ആമവാദ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് ESR നോക്കും. ESRന്റെ വാല്യൂ ഹൈ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ടുണ്ട്, ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ടാണ് ANTI-CCP. ഇത് കുറച്ചുകൂടി റെലവൻ്റ് ആണ്, കുറച്ചുകൂടി എന്താ പറയുക എറർ ഒന്നും ഇല്ലാത്ത കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഈ ANTI-CCP. മറ്റൊന്നാണ് C-റിയാക്റ്റീവ് പ്രോട്ടീൻ. ഈ 3 ടെസ്റ്റുകൾ, ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങും ഡിഫോമിറ്റിയും ഒക്കെ വന്നിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. ഇനിയിപ്പം ഇതാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മൾ ബോൺസിന് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ്, എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ നോഡുലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു എക്സ്റേ അല്ലെങ്കിൽ ഒരു MRI എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം നമ്മളെ ബോൺസ് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ ബോൺസിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അതായത് എക്സ്റേ MRI ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് RA ഫാക്ടർ ചെക്ക് ചെയ്യുക. RA ഫാക്ടർ റുമാറ്റോയിഡ് ഫാക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്രത്തോളം നമുക്ക് RA അഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ RA കേസസ് എത്രത്തോളം സിവിയർ ആയിട്ടുണ്ട് എന്ന് അറിയാൻ സഹായിക്കും. നമുക്കറിയാം ഇതൊരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ്, അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പം ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് അതിസഹനമായിട്ടുള്ള വേദനയാണ് ജോയിൻസിൽ അനുഭവപ്പെടുക, വേദനയും അതോടൊപ്പം തന്നെ സ്വെല്ലിങ്. അപ്പൊ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നതാണ് ഈ പെയിനും സ്വെല്ലിങ്ങും പറയാം. ഈ 2 കണ്ടീഷൻ, ഈ ഒരു 2 സിംറ്റംസിലൂടെയാണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു RA കേസസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക്
നമുക്ക് അത് കുറച്ചുകൂടി എത്രത്തോളം അതിന്റെ സിവിയാരിറ്റി അല്ലെങ്കിൽ എത്രത്തോളം അത് സ്റ്റേജ് കടന്നിട്ടുണ്ടെന്ന് അറിയാൻ സഹായിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് പോലെ തന്നെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതൊരു വെയർ ആൻഡ് ടയർ ആണ്. അതായത് നമ്മളെ ജോയിന്റ്സിൽ ഉണ്ടാവുന്ന ഒരു തേയ്മാനമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മളെ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന സൈനോവിയൽ, അതായത് രണ്ട് ജോയിന്റ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ബോൺസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ നഷ്ടപ്പെടുക. അപ്പോൾ ഫ്രിക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അത് തമ്മിൽ കൂട്ടിവരുതും എന്താ നമുക്ക് സൗണ്ട് കേൾക്കാം, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒന്നും കറക്റ്റ് ആവാത്തൊരിതുണ്ടാവും. ഏതൊരു ജോയിന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ ബോൺസും അതിന് ചുറ്റും ക്യാപ്സ്യൂൾസും ലിഗമെന്റ്സും ടെൻഡൻസും അതിൻ്റെ ഉള്ളിലായിട്ട് സൈനോവിയൽ മെംബ്രെയിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന അതിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ അല്ലെങ്കിൽ ആമവാദം പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ആ ഒരു ജോയിന്റ്സിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസിനെ കുറയ്ക്കുന്നത്. ആ ഒരു ഫ്ലൂയിഡിന്റെ സഹായത്തോടെയാണ് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അതായത് ബോഡിയിൽ ജോയിന്റ്സിന് മൂവ്മെന്റ്സ് കൊടുക്കുന്നത് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കേസസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ജോയിന്റ്സിന് ഫ്രിക്ഷൻസ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ജോയിന്റ്സിന്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സ്പേസ് നഷ്ടപ്പെടുമ്പോഴാണ് അത് വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകുന്നത്. അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി ജോയിന്റ്സിൽ എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഡിഫോമിറ്റി അവിടെ വരുവാണെങ്കിൽ അത് യൂറിക് ആസിഡിന്റെ മൂലം കൊണ്ടാണ്. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്. അതാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു വാതരോഗമായാലും അപ്പം നമ്മൾ ജോയിന്റ്സിന് എത്രത്തോളം അഫക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിന്റ്സിന് എത്രത്തോളം ഡിഫോമിറ്റി സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റേ അല്ലെങ്കിൽ MRI ഒക്കെ എടുത്തു നോക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് എത്രത്തോളം നമ്മളെ ജോയിന്റ്സ് അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സഹായിക്കുന്നത്. പല ആളുകളും ഇത്തരം വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതിന് അത്ര സിവിയർ അത്ര ഇതായി കാണത്തില്ല. എന്നുവെച്ചാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു വേദനയാണെന്ന് കരുതി അവരത് എഴുതി തള്ളും. അപ്പം പിന്നീടാണ് ആ വേദന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി സിവിയർ ആവുമ്പോഴാണ് അവരത് ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും പറ്റുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആവുക, ജോയിന്റ്സ് ഒക്കെ ഭയങ്കര വേദന ഉണ്ടാവുക, ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഞാൻ പറയുന്നതാണ് ഈ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിന് മൂവ്മെന്റ്സ് ഉണ്ടാവും. മൂവ്മെന്റ്സിനെ സഹായിക്കുന്ന അതിൽ മസിൽസിനൊക്കെ കവർ ചെയ്തിട്ട് നെർവ്സ് ഒക്കെ സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫോമിറ്റി വരുമാണ് നമുക്ക് എന്തെങ്കിലും മോർണിംഗ് സ്റ്റിഫ്നെസ് ഡെവലപ്പ് ചെയ്യുന്നത്. മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജോയിന്റ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ അതിനെ ഒന്ന് നിവർത്താൻ പറ്റാതെ, അതായത് അതിങ്ങനെ മരവിച്ചൊരവസ്ഥ എന്നൊക്കെ പറയാം. അത് കൂടുതലായിട്ടും രാവിലെയാണ് കാണപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെടുന്നതെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. പല ആളുകളും ചെയ്യുന്ന ഒന്നാണ് ഇത്തരം വേദനകൾ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വേദന സംഹാരിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുത്ത് കഴിക്കും. അതെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെമ്പററി റിലീഫ് അവിടെ കിട്ടും. അപ്പൊ അവർ അതിന് അത്ര നിസ്സാരമായി കാണില്ല. ദെൻ അഗെയിൻ ആ ഒരു സിംറ്റം റീഅപ്പയർ ചെയ്യുമ്പോഴാണ് അവർ അതിനെ കുറിച്ച് ചിന്തിക്കുക. ദെൻ അവർ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് മെഡിസിൻസ് എടുക്കും. പക്ഷെ അത് റിക്കറന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് അവിടെ ക്ലിയർ ആയിട്ടില്ല. ഗട്ട് ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതൊരു ഇൻഫ്ലമേറ്ററി ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പം ഗട്ട് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കിയാലേ ഉള്ളൂ ഈ അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുള്ളൂ. ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈര്, മോര്, യോഗേർട്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അത് പുളിപ്പില്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ ഒഴിവാക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ് ഈ പാൽ ഉൽപ്പന്നങ്ങളും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഇതിനെ ട്രിഗർ ചെയ്യും. അതായത് ഈ ഒരു സിംറ്റംസിനെ ട്രിഗർ ചെയ്യുന്നതാണ് ഈ ഗ്ലൂട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ആട്ട, മൈദ പോലത്തെ ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണെന്ന് വെച്ചാൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഫുഡ് ഐറ്റംസ്. അതായത് മഞ്ഞളിൻ്റെ അകത്ത് കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. മഞ്ഞളിനോടൊപ്പം നമുക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളെ ഫുഡിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് വീട്ടിൽ നമ്മൾ വാങ്ങി പൊടിച്ചിട്ടുള്ള മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതാണ്. ബിക്കോസ് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞളുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മറ്റൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് നട്ട്സ് ഐറ്റംസ് എടുക്കാം. നട്ട്സ് എന്ന് പറയുമ്പോൾ ഈ വാൽനട്ട്,
അല്ലാത്ത ബദാം, കാഷ്യൂ, ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡയറ്റിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ എടുക്കുക. ബിക്കോസ് ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മളെ ഡൈജഷനൊക്കെ പ്രോപ്പർ ആക്കും. ഡൈജഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ സഹായിക്കുന്നതാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. ഫൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓറഞ്ച്, മൊസംബി, ഇതിൻ്റെ നട്ട്സ് ഐറ്റംസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബോഡിയിലെ വാട്ടർ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ ഒക്കെ നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ബെറീസ് എന്ന് പറയുന്നത് സ്ട്രോബെറി, മൾബെറി, ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ബെറീസ് മാത്രമല്ല, മറ്റ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതായത് സിട്രസ് ഫ്രൂട്ട്സ്, മൊസംബി, ഓറഞ്ച്, ഇതിനകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ അത്രയും നല്ലത്. അതായത് നമുക്ക് ക്യാരറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ, പൊട്ടറ്റോ, ഇതിൻ്റെ അകത്തൊക്കെ നല്ല ന്യൂട്രിയൻസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിലൊക്കെയാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്. റിഫൈൻഡ് ഓയിൽസ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ചീര അല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് അവരുടെ കാൽഷ്യം മെറ്റബോളിസം കറക്റ്റ് ആക്കുകയും അല്ലെങ്കിൽ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ സഹായിക്കുന്നതാണ്. ഇനി നല്ലപോലെ നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ വെയിറ്റ്, അമിതവണ്ണം, എല്ലാ ജോയിന്റ് കംപ്ലയിൻസും അല്ലെങ്കിൽ സന്ധിവാതം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലയിൻസിന്റെ ഒരു പ്രധാന ഒരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതവണ്ണമാണ് അല്ലെങ്കിൽ ഒബേസിറ്റി. ഈ ഒബേസിറ്റീൻ്റെ കോസ് എന്താണ്? അത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഹൈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹൈ ഓയിലി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ അമിതവണ്ണത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അവർ വെയിറ്റ് ഒരു 10% അല്ലെങ്കിൽ 20 to 10% ഒരു 3 month അല്ലെങ്കിൽ 4 monthന്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്തിട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഫുഡിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ബോഡി നന്നായി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യുന്ന പറയുമ്പോൾ ബോഡി ഹീറ്റ് ആവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വാക്കിംഗ്, ജമ്പിങ്, സ്കിപ്പിംഗ്, അങ്ങനത്തെ പോലത്തെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പ്രോപ്പർ ടൈമിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് സ്ലീപ്പാണ് ഏറ്റവും എല്ലാ അസുഖത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റുള്ള അസുഖങ്ങൾ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ടൈമിൽ ഒരു 7 to 8 hours ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻസും യോഗ പോലത്തെ ലൈറ്റ് മൈൻഡ് റിലീവിങ് എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബ് ഇല്ലാത്തൊരു സ്ലീപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലയിൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിനെ നിസാരമായി കാണരുത്. അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു ഡയറ്റും അതിലെന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സും കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.